നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിപണിയെയും സ്വർണ്ണ വിപണിയെയും മാറ്റിമറിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം $5100 നിലവാരത്തിലേക്ക് താഴ്ന്നതോടെ സ്വർണ്ണ വിപണിയിൽ വൻ തകർച്ച തുടരുന്നു. റെക്കോർഡ് വിലയിൽ എത്തിയതിനെ തുടർന്ന് നിക്ഷേപകർ വൻതോതിൽ ലാഭമെടുപ്പ് നടത്തുന്നതും US ട്രഷറി ഈൽഡ് കുതിച്ചു കയറിയതും ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമായി തുടരുന്നുണ്ടെങ്കിലും വലിയ പ്രത്യാക്രമണം ഉണ്ടാകാത്തതും സമാധാന ചർച്ചകൾക്കുള്ള നേരിയ സാധ്യതകൾ വിപണിയിൽ ഉണ്ടായതും വിലയിടിയാനുള്ള കാരണങ്ങളിൽ ചിലതാണ്. യുദ്ധഭീതിക്കിടയിലുണ്ടായ ഈ ഇടിവ് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണവിലയിൽ പെട്ടെന്നൊരു ഇടിവുണ്ടായത്? ഇതിന് കാരണം ലോകപ്രശസ്ത ബാങ്കുകളായ ഗോൾഡ്മാൻ സാക്സും JP മോർഗനും നൽകുന്ന മുന്നറിയിപ്പുകളാണ്. മാർച്ചിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് വിപണി കരുതിയിരുന്നെങ്കിലും പശ്ചിമേഷ്യൻ യുദ്ധം പണപ്പെരുപ്പം കൂട്ടുമെന്ന ഭീതിയിൽ ഈ തീരുമാനം സെപ്റ്റംബറിലേക്ക് നീളാനാണ് സാധ്യതയെന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു. പലിശ കുറയാൻ വൈകുന്നത് സ്വർണത്തിന് തിരിച്ചടിയാവുകയും ഡോളറിന് കരുത്തു നൽകുകയും ചെയ്തു. ഇതുകൂടിയാണ് സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ നേടി ഔൺസിന് $5400 മുകളിൽ കുതിച്ചു കയറിയ രാജ്യാന്തര സ്വർണ്ണവില $5080 നിലംപൊത്താൻ കാരണമായത്. ഡോളറും ബോണ്ടും ഉയർന്നതും പലിശ നിരക്ക് താഴാനുള്ള സാധ്യത മങ്ങിയതും സ്വർണ്ണ നിക്ഷേപങ്ങളിൽ ലാഭമെടുപ്പിന് വഴിവെച്ചു. ഇതോടെയാണ് വില താഴ്ന്നത്. ജനുവരിയിലെ പണപ്പെരുപ്പ് കണക്കുകൾ 2.4% കുറഞ്ഞതോടെ മാർച്ചിൽ പലിശ കുറയ്ക്കുമെന്ന് നിക്ഷേപകർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇത് സ്വർണ്ണവില ഉയരാൻ കാരണമായിരുന്നു. വിപണി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പണപ്പെരുപ്പത്തെയാണ്. ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമായതോടെ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നത് നീണ്ടു നിൽക്കുമോ എന്ന ആശങ്കയുണ്ട്. ഇത് ക്രൂഡ് ഓയിൽ, ഗ്യാസ് വിലകൾ കുത്തനെ ഉയരാൻ കാരണമാകും. ഹോർമൂസ് കടലിടുക്ക് അടച്ച ഇറാന്റെ നടപടി രാജ്യാന്തര കപ്പൽ ഗതാഗത നീക്കത്തിന്റെ മർമ്മത്തിന് കിട്ടിയ കനത്ത അടിയാണ്. ലോകത്തിന്റെ വിപണിയിലേക്ക് 31% എണ്ണയും 20% LNGയും ഒഴുകുന്ന പാതയാണ് ഇറാൻ അടച്ചത്. കൂടാതെ UAEയും സൗദിയും ഖത്തറും ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തുന്നത് ക്രൂഡ് ഓയിലിന്റെയും ഗ്യാസിന്റെയും വില കുത്തനെ കത്തിക്കേറാനും ഇടവരുത്തി. ക്രൂഡ് ഓയിൽ വില 2 വർഷത്തെ ഏറ്റവും ഉയരത്തിലേക്ക് കുതിച്ചു കയറിയിട്ടുണ്ട്. ഊർജ്ജ വില വർദ്ധിക്കുന്നത് സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും അതുവഴി ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനും വഴിവെക്കുമെന്ന് നിക്ഷേപകർ ഭയപ്പെടുന്നു. എന്നാൽ ഹോർമൂസ് അടച്ചത് വലിയ പ്രശ്നമില്ലെന്ന് പറഞ്ഞ ട്രംപ് ഒരു ഓഫർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഹോർമൂസ് അടച്ചത് പ്രശ്നമല്ല, ലോകത്തിന് എണ്ണ ലഭിക്കുന്നുണ്ടെന്ന് US ഉറപ്പാക്കും. ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമാണ് US. നമ്മുടെ സൈന്യം ഭൂമിയിലെ ഏറ്റവും കരുത്തരാണ്. ഹോർമൂസ് വഴി പോകുന്ന കപ്പലുകൾക്ക് റിസ്ക് ഇൻഷുറൻസ് US നൽകും. US നേവിയുടെ അകമ്പടിയും ഉണ്ടാകും. ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇത് എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടുതന്നെ അറിയണം. ഹോർമൂസ് അടച്ച ഇറാന്റെ തീരുമാനത്തിലൂടെ പണപ്പെരുപ്പം വീണ്ടും തലപൊക്കുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവിന് വലിയ വെല്ലുവിളിയാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പലിശ നിരക്ക് ഉയർന്ന നിലവാരത്തിൽ തന്നെ നിലനിർത്താൻ ഫെഡ് നിർബന്ധിതരാകും. മാത്രമല്ല, അങ്ങനെ സംഭവിച്ചാൽ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകാതെ പലിശ കുറയ്ക്കില്ലെന്ന കടുത്ത നിലപാടിലേക്ക് ഫെഡ് മാറാൻ സാധ്യതയുണ്ട്. പലിശ നിരക്ക് കുറഞ്ഞില്ലെങ്കിൽ സ്വർണത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ തിരിച്ചടിയാകും. നിരക്ക് ഉടൻ കുറയില്ലെന്ന സൂചനകൾ ഡോളർ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ ആദായം ഉറപ്പാക്കുന്നു. അതും സ്വർണത്തിന് തിരിച്ചടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ മാർച്ചിൽ പലിശ കുറയ്ക്കുന്നത് റിസ്ക് ആണെന്ന് ഫെഡ് കരുതുന്നു. അതുകൊണ്ടാണ് വിപണി വിദഗ്ധരിൽ പലരും ഇപ്പോൾ പലിശ കുറയ്ക്കൽ നീളുമെന്ന് പ്രവചിക്കുന്നത്. ലോകത്തിലെ മുൻനിര ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾഡ്മാൻ സാക്സ് തങ്ങളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലം എണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് നീട്ടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ അമേരിക്ക യുദ്ധം ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കുമെന്നും ഇത് പണപ്പെരുപ്പം വീണ്ടും വർദ്ധിപ്പിക്കുമെന്നും JP മോർഗൻ നിരീക്ഷിക്കുന്നു. അതിനാൽ മാർച്ചിലെ പലിശ കുറയ്ക്കൽ പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ മാർച്ചിലോ ജൂണിലോ പലിശ കുറയ്ക്കുമെന്ന് പ്രവചിച്ചിരുന്ന സിറ്റി ഗ്രൂപ്പ് നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഫെഡ് അതീവ ജാഗ്രത പാലിക്കുമെന്നും പലിശ കുറയ്ക്കുന്നത് വർഷാവസാനത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷം പണപ്പെരുപ്പത്തിൽ 0.5% മുതൽ 1% വരെ വർധനവുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ബ്ലൂംബെർഗ് വിശകലനം ചെയ്യുന്നു. ഇത് ഫെഡിന്റെ പലിശ കുറയ്ക്കൽ തീരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ പലിശ കുറയ്ക്കാനുള്ള സാധ്യത 70% നിന്നും 30% താഴേക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം തുടരുന്നത് സ്വർണത്തിന് ഇപ്പോഴും ഡിമാൻഡ് നൽകുന്നതുകൊണ്ട് വലിയൊരു തകർച്ചയിലേക്ക് പതിക്കാതെ സ്വർണത്തെ പിടിച്ചു നിർത്തിയേക്കും എന്നാണ് സ്വർണ്ണ വിപണിയിലെ നിക്ഷേപകരുടെ പ്രതീക്ഷ. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.